ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധ കുർബാന ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അർപ്പിക്കുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ഇടവക ദേവാലയത്തിൽ ഞായറാഴ്ചത്തെ രണ്ടാമത്തെ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ വേണ്ടി വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു വ്യക്തിയും ആ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വികാരിയച്ഛന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അച്ഛൻ തയ്യാറാകത്തില്ല. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വരണം. സ്ത്രീകൾ കുർബാന സ്വീകരിക്കുവാൻ വേണ്ടി വരുമ്പോൾ ശിരോവസ്ത്രം, ഷാൾ ഉപയോഗിക്കണം. അങ്ങനെ കുർബാന സ്വീകരണത്തിൻ്റെ ഈശോയെ സ്വീകരിക്കുന്ന സമയമായപ്പോൾ ഓരോരുത്തർ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ഈശോയെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ വളരെ പ്രശസ്തയായിട്ടുള്ള ഈ വ്യക്തിയും ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുക്കൽ വന്നു. അച്ഛൻ്റെ അടുക്കൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതൊരു ഫാഷൻ ഷോ കളിക്കുവാനുള്ള സ്ഥലമല്ല, ഇത് പരിശുദ്ധമായ ദേവാലയമാണ്. അതിന് ചേർന്ന വസ്ത്രമൊക്കെ ധരിച്ച്, ശിരോവസ്ത്രമൊക്കെ ധരിച്ച് വന്നു കഴിഞ്ഞാൽ ഈശോയെ ഞാൻ തരത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ വ്യക്തി ചാടിത്തുള്ളി ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ പരിശുദ്ധമായ ദേവാലയത്തെ നമ്മൾ അശുദ്ധമാക്കുമ്പോൾ സാത്താൻ സേവക്കാരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഈശോയുടെ ശരീരമൊക്കെ കൊണ്ടുപോയി എന്തൊക്കെ മ്ലേച്ഛകരമായ പ്രവൃത്തികൾ ചെയ്ത് ഈശോയെ വേദനിപ്പിക്കാൻ പറ്റുന്നോ അതുപോലെ വേദനിപ്പിക്കുമ്പോൾ സാത്താന് ഒത്തിരി സന്തോഷം ലഭിക്കും. അതുപോലെ ദേവാലയത്തിൽ മോശമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഈശോയെ വേദനിപ്പിക്കുവാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവർ സാത്താനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു തീർത്ഥാടന ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയപ്പോൾ കുർബാന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും മകളും കൂടി കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി കയറി വന്നു. അവർ ആണുങ്ങൾ നിൽക്കുന്ന സൈഡിൽ ഞങ്ങളുടെ മുമ്പിലായിട്ടാണ് വന്നു നിന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് കുർബാനയിൽ ഏകാഗ്രതയോടുകൂടി പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. കൈകൂപ്പി പിടിച്ചൊന്നും ഈ പെൺകുട്ടിക്ക് കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ഒരു അലക്കാത്ത ജീൻസൊക്കെ ഇട്ട് ഇറക്കം കുറഞ്ഞ ഒരു ബനിയന് വിട്ടിട്ട് ഈ ബനിയൻ ഇടയ്ക്ക് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുമ്പോൾ ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഇതിങ്ങനെ താത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഏകാഗ്രതയോടുകൂടി കൈകൂപ്പി പിടിച്ചു നിന്ന് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ബനിയൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. ഞാൻ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോ ഈ പെൺകുട്ടിയുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ഈ പെൺകുട്ടി ആ ഫോണും എടുത്തുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്വന്തം അമ്മ തൊട്ടടുത്ത് നിൽപ്പുമുണ്ട്. ഈ പെൺകുട്ടിയെ വൈകുന്നേരം ഒരു നിത്യാരാധന ചാപ്പലിൻ്റെ മുൻപിൽ വെച്ച് കാണുമ്പോൾ ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഈ പെൺകുട്ടി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രൂപ്പിലെ പാട്ടുകാരിയാണ്, പരിശുദ്ധാത്മാവിനെ പാട്ടുപാടി താഴേക്ക് ഇറക്കിക്കൊണ്ട് വരുന്ന പെൺകുട്ടിയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഈ പെൺകുട്ടി പാടുമ്പോൾ ഏത് പരിശുദ്ധാത്മാവാണ് ഇറങ്ങി വരുന്നതെന്നറിയില്ല. അതുപോലെ മോശമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് ദേവാലയത്തിൽ നിന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയെ എത്രമാത്രം വേദനിപ്പിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ. കാരണം ഒരു പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വചനാഭിഷേകം ലഭിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന, രോഗശാന്തി ലഭിക്കുന്ന, പാപമോചനം ലഭിക്കുന്ന, നമ്മുടെ ബന്ധനത്തിൽ നിന്ന് പൈശാചികമായിട്ടുള്ള വിടുതൽ ലഭിക്കുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ 1 മണിക്കൂർ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഒരു നല്ല ഡ്രസ്സ് ധരിച്ച് വിശുദ്ധിയോടുകൂടി ആ കുർബാനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ പിശാചിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഓരോ പ്രവൃത്തികൾ ചെയ്ത് ഈശോയെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ, ഇതാണ് നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുമ്പോൾ ഇച്ചിരി ഇറക്കമൊക്കെയുള്ള ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്ത്, പ്രത്യേകിച്ച് ദേവാലയത്തിൽ പോകുമ്പോഴെങ്കിലും നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ച് ശിരോവസ്ത്രമൊക്കെ ധരിച്ച് പോകുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാകും. കുറച്ചു മുമ്പ് ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, എവിടെ തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാലും ആ തുണിക്കടയിലെല്ലാം ഭയങ്കര തിരക്കാണ്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പലർക്കും ഡ്രസ്സിൻ്റെ അളവ് കുറവാണ്. തുണിക്കടയിൽ ഒത്തിരി തിരക്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും
പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ തിരക്ക് ആയിട്ട് ഇടിച്ചു കയറി നിന്ന് ഈ വസ്ത്രമൊക്കെ മേടിച്ചിട്ട് പുറത്തിറങ്ങി ഇറങ്ങി കഴിയുമ്പോൾ അല്പ വസ്ത്രധാരിയായിട്ട് നടക്കുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ വരുമ്പോഴെങ്കിലും മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് ഈശോയെ പ്രീതിപ്പെടുത്തുന്നവരായിട്ട് മാറുവാൻ, ഈശോയെ സ്നേഹിക്കുന്നവരായിട്ട് മാറുവാൻ. ഒരച്ഛൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അച്ഛൻ പറഞ്ഞു, ശിരോവസ്ത്രം ധരിക്കാതെ പരിശുദ്ധ കുർബാന ഈശോയെ ഞാൻ തരത്തില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആ അച്ഛൻ അത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്കും ഈശോയെ സ്നേഹിക്കുന്നവരായിട്ട് മാറാം. വിശുദ്ധിയോടുകൂടി ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഈശോയെ സ്വീകരിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നമുക്ക് പരിശുദ്ധമായ കുമ്പസാരമുണ്ട്. കുമ്പസാരത്തിൽ പോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് വീണ്ടും ഈശോയെ സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, നേരത്തെയൊക്കെ ഈ ധ്യാനമൊക്കെ കൂടുന്നതിന് മുമ്പ് ആനവാദത്തിലിരുന്ന് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം ധ്യാനമൊക്കെ കൂടി ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ചും ഈശോയോടുള്ള ആ ഒരു സ്നേഹമൊക്കെ അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് കുമ്പസാരത്തിൽ ഈ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഇങ്ങനെയൊരു ഈശോയോട് കൂടുതൽ അടുക്കുവാനൊക്കെ ഒരു അവസരമുണ്ടായത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല. ഇതുപോലെ അവസ്ഥയിലൂടെ നാടോടുമ്പോൾ ഇങ്ങനെ നടുവ് ഓടുന്ന ഈ അവസ്ഥയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഈ പാവങ്ങളൊക്കെ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ഈശോയെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനിയുള്ള വിശുദ്ധ ബലിയിൽ ഞാൻ വിശുദ്ധിയോടുകൂടിയൊക്കെ ഞാൻ പങ്കെടുത്തോളാം, ഈശോയെ എനിക്കുള്ള കൃപ തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.